പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ജീവിക്കുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം. പ്രഭാതം ദാനം തന്ന ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ദാനം തന്നതോർത്ത് ഇന്ന് പകൽക്കാലം നന്ദിയുള്ളവരായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി മാറട്ടെ. അവൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്നതായി മാറട്ടെ. ആ ദൈവിക വിടുതൽ പ്രാപിച്ച് ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷിയായി തീരുവാൻ നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരുക്കുന്ന പകലായി മാറട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. അത് സൂര്യൻ അസ്തമിക്കുമ്പോൾ നാനാവ്യാധിയിൽ പിടിച്ച ദീനക്കാർ ഉള്ളവരൊക്കെയും അവരെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഓരോരുത്തരുടെയും മേൽ കൈവച്ച് അവരെ സൗഖ്യമാക്കി. പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവത്തിനായി ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി. താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു. വാത്സല്യ ദൈവമക്കളെ, വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അവിടെ മനുഷ്യർ ചെയ്ത ചില കാര്യങ്ങളും ഭൂതങ്ങൾ ചില കാര്യങ്ങൾ ചെയ്തതും അവിടെ സാക്ഷിച്ചിരിക്കുകയാണ്. കർത്താവ് കവർന്ന ഭൂമിയിൽ, അതായത് ഗലീലയിലെ കവർന്ന ഭൂമിയിൽ ചേർന്നതെന്ന് അറിഞ്ഞിട്ട് അവിടെ അനവധി നാനാവ്യാധികൾ പിടിച്ച ദീനക്കാരുള്ളവരൊക്കെയും സന്ധ്യയാകുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ അവരെ കൊണ്ടുവരും. അവൻ അവരുടെ കൈവച്ച് അവരെ സൗഖ്യമാക്കും. കർത്താവിൻ്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, സൗഖ്യത്തിൻ്റെ ആത്മാവ് രോഗികളെ സൗഖ്യമാക്കി. അപ്പോൾ ഈ സൗഖ്യമാക്കുന്ന കൂട്ടത്തിൽ സൗഖ്യമാക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചിലത് വിളിച്ചു പറയും. ഭൂതം പിടിച്ചതൊക്കെ ചിലത് വിളിച്ചു പറയും. അവർ വിളിച്ചു പറഞ്ഞ ഒരു കാര്യമാണ്, അതായത് ആ പറഞ്ഞ വാക്ക് പലരിൽ നിന്നും ഭൂതങ്ങൾ നീ ദൈവത്തിനായി ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയി എന്നാണ്. വർഷങ്ങളായി പുറപ്പെടാതെ വ്യക്തികളെ കാർന്ന് തിന്നുകൊണ്ടിരുന്ന, പിടിച്ചൊതുക്കിക്കൊണ്ടിരുന്ന, വിടുതലില്ലാതെ സ്വാതന്ത്ര്യമില്ലാതെ രോഗത്തിന് അടിമയാക്കി ഒതുക്കി വെച്ചിരുന്നതായ പൈശാചിക കെട്ടുകളുടെ നടുവിൽ കിടന്നതായ ചില ജീവിതങ്ങൾ യേശു ക്രിസ്തു കൈവച്ച മാത്രമേ വിളിച്ചു പറയുകയാണ്. നീ ദൈവത്തിനായി ക്രിസ്തു എന്ന് നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് പുറപ്പെട്ടു പോയിന്ന. നീ ദൈവത്തിനായി ക്രിസ്തു എന്ന് ഭൂതം സമ്മതിക്കുന്നു. ഇന്നേ പകല് സർവശക്തന്റെ കൃപയിൽ മുന്നേറുന്ന ദൈവത്തിലെ നിന്നെക്കുറിച്ചും എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ദൈവിക പ്ലാൻ അതെന്താന്ന് ഇന്ന് പകൽക്കാലം നീ മനസ്സിലാക്കട്ടെ. ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചത് അവൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷിയാകുവാണ്. ഭൂതങ്ങൾ വിളിച്ചു പറഞ്ഞു നീ ദൈവത്തിനായ ക്രിസ്തു എന്ന് നിലവിളിച്ചു പറഞ്ഞുകൊണ്ട് വിട്ടുപോയിന്ന. തൻ്റെ സ്വരൂപത്തിലും സദൃശത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇന്നുവരെ ക്രിസ്തു ആരെന്നറിയാതെ ലോകത്തിൻ്റെ കരങ്ങളാൽ ഉണ്ടാക്കപ്പെട്ട, ലോകത്തിൻ്റെ വസ്തുക്കളാൽ ഉണ്ടാക്കപ്പെട്ട ദൈവങ്ങളുടെ പുറകെ ഓടി നടക്കുമ്പോൾ ജീവനുള്ള ദൈവം ഒരുവനേ ഉള്ളൂ. നമുക്കായി മരിച്ച് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, അവൻ സ്വർഗത്തിനും ഭൂമിക്ക് ഏക മധ്യസ്ഥനാ. അതായത് ഭൂമിയിൽ പാപങ്ങളുടെ മോചനത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഏക നാമം അത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെത് മാത്രമാണ്. ഭൂതങ്ങൾക്ക് മനസ്സിലായി ഇവൻ ആരാ? സാക്ഷാൽ ക്രിസ്തു ദൈവപുത്രനാണെന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഭൂതങ്ങൾ മനസ്സിലായപ്പോൾ, അധികാരിയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ വിട്ടോടുകയാണ്. നിലവിളിച്ച് പറഞ്ഞുകൊണ്ട് വിട്ടോടുക. ഇന്ന് പകൽക്കാലം നിങ്ങൾക്കും എനിക്കൊക്കെ നിലവിളിയുണ്ട്. ക്രിസ്തുവിനെ വേണ്ടവണ്ണം അംഗീകരിപ്പാൻ കഴിയാതെ ഓടുന്ന സ്ഥാനം, ലോകത്തിൻ്റെ സ്ഥാനമാന മഹിമകൾ വഹിച്ചുകൊണ്ട്, പ്രതാപങ്ങൾ വഹിച്ചുകൊണ്ട് ഓടുന്ന സ്ഥാനത്ത് നിന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷിയായിട്ട് ഓടുവാൻ ഇന്ന് പകൽ നിങ്ങളെ കുടുംബമായി ക്ഷണിക്കുകയാണ്. ഈ കർത്താവ് യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് അവൻ്റെ ആത്മാവിനാൽ ബലമേറ്റെടുത്ത് ഒരു പുതിയ സൃഷ്ടിയാകുക. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അതാ. ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം അതാ. നിങ്ങളിൽ നിന്ന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലമുണ്ടാവണം. ദൈവപുത്രൻ ആരെന്ന് സമ്മതിക്കണം. ദൈവം ആരെന്ന് നീ സമ്മതിക്കണം. കർത്താവ് യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന് വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവനെ മരിച്ചെന്ന് ഉറപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുമെന്ന് റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വിളിച്ചു പറയുന്നു. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തു നിന്റെ എൻ്റെയും പാപങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കാൽവരി ക്രൂശിൽ മരിച്ചത്. ദൈവം ഉണ്ടാക്കിയത് സകലതും മനുഷ്യന് വേണ്ടിയിട്ടാണ്. പക്ഷെ മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തെ സ്തുതിക്കാനാണ്. ദൈവം ഉണ്ടാക്കിയതെല്ലാം മനുഷ്യൻ്റെ ആവശ്യങ്ങൾക്കാണ്. മനുഷ്യന് വേണ്ടി പാർക്കാനും കഴിക്കാനും കുടിക്കാനും വേണ്ടതൊക്കെയും ശ്രേഷ്ഠകരമായ രീതിയിൽ ദൈവം നൽകി കൊടുത്തത്. എന്നാൽ മനുഷ്യനെ സൃഷ്ടിച്ചെന്തെന്നറിയാമോ? ദൈവത്തെ സ്തുതിക്കാനാണ്. ദൈവത്തെ വിട്ടുമാറിയിട്ട് ഈ ലോകത്തിൻ്റെതാകുന്ന ദൈവങ്ങളുടെ പുറകെ ഓടുന്ന സ്ഥാനത്ത് നിന്ന്
ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ ഇന്ന് പകൽ നീ ഇറങ്ങിത്തിരിച്ചാൽ നിന്റെ കുടുംബത്തിൻ്റെ അന്ധകാരം വിട്ടുമാറും. നിന്റെ കുടുംബത്തിൽ ദൈവിക സാന്നിധ്യം വെളിപ്പെടും. നിന്നിൽ വ്യാപരിക്കുന്ന പോരാട്ടങ്ങൾ, നിന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകാധിപതിയുടെ ശക്തികൾ ദൈവമാരെന്ന് സമ്മതിപ്പിക്കാതെ, ജീവനുള്ള ദൈവമാരെന്ന് നിന്നെ കൊണ്ട് ഗ്രഹിപ്പിക്കാതെ നിന്റെ ജീവിതത്തിൽ പ്രതികൂലമിട്ട് തകർത്ത് കളയാൻ ശ്രമിക്കുമ്പോൾ ഇന്ന് പകൽ ജീവനുള്ള ദൈവത്തെ പിൻപറ്റുവാൻ പരിശുദ്ധാത്മാവ് നിനക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ്. കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷിയാകുവാൻ ദൈവം നിന്നെ കണ്ടിരിക്കുക. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനെ പേർ ചൊല്ലി വിളിച്ചൊരു ദൈവമുണ്ട്. ആ ദൈവത്തെ പിൻപറ്റുവാനിടയാവട്ടെ. കർത്താവിൻ്റെ വചനോട് പറയുകയാണ്, താൻ ക്രിസ്തു എന്ന് അവ അറിയുക കൊണ്ട്. ആരാ? ഭൂതങ്ങൾ വിളിച്ചു പറഞ്ഞു പോവുക. അപ്പോൾ താൻ ക്രിസ്തു എന്നവ അറിയുക കൊണ്ട് മിണ്ടുവാൻ അവൻ സമ്മതിക്കാതെ അവയെ ശാസിച്ചു വിട്ടുന്ന. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന മാത്രയിൽ യേശു ക്രിസ്തുവിനെ രക്ഷകനെന്ന് സമ്മതിപ്പാൻ നിന്റെ ഹൃദയത്തിലെ വാഞ്ചയുണ്ടെന്നും അത് സമ്മതിക്കാതെ നിന്റെ സാമുദായിക സംഘടനകൾ നിന്നെ ഒതുക്കി ലോകത്തിനുമുള്ള മാനം വിട്ടുപോകുന്നവർ ഭാരപ്പെടുത്തി പുറകോട്ട് വലിക്കുന്നതായ ഈ ലോകത്തിൻ്റെ വ്യാപാര ശക്തിയുടെ മേൽ ജയമെടുക്കുന്ന ആത്മശക്തി പ്രാപിച്ചുകൊണ്ട് ദൈവപുത്രൻ ആരെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് ദൈവപുത്രൻ ആരെന്ന് മനസ്സിലാക്കി ആ കർത്താവിന് നന്ദിയോടെ കരമുയർത്തി സ്തോത്രം പറഞ്ഞ് കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് അവൻ്റെ പൈതലാകുക. നിന്റെ കുടുംബത്തിൽ സ്വർഗീയ വെളിച്ചം ഉദിക്കട്ടെ. നിന്നെ തേടി വന്നതാണ്, നമ്മെ തേടി വന്നതാണ് കർത്താവായ യേശു ക്രിസ്തു. നമ്മെ തേടി വന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിപ്പാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും വലിയ ഭാഗ്യം അവിടെയാണ്. സകലത്തിൻ്റെ അധികാരിയായ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത് ഒരു ആത്മാവായിട്ടാണ്, ജീവിക്കുന്ന ദൈവമായിട്ടാണ്, നിന്റെ സന്തത സഹചാരിയായിട്ടാണ് വഹിക്കുന്നത്. അവൻ നിൻ്റെ കൂടൊപ്പം ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് പോകുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? നിൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ രക്ഷയെന്ന് വെളിപ്പെടുത്തുമോ? നാം പാപിന്ന് സംബന്ധിച്ച കർത്താവിനെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമോ? ദൈവം നിന്നെ മരിച്ചോൽ ഉയർപ്പിച്ചുവെന്ന്. ഇന്ന് പകൽക്കാലം സ്വർഗസ്നായ ദൈവം നിന്നെ അനുഗ്രഹത്തോടെ നിറച്ച് പുതുബലത്തിലും ശക്തിയിലും നയിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തികവിലും ശക്തിയിൽ ഓടുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തട്ടെ. നിൻ്റെ കുടുംബത്തിൽ ദൈവിക മഹത്വം വെളിപ്പെടുത്തി നിന്റെ തലമുറയും നിത്യജീവൻ അവകാശിയാക്കി തീർത്ത് സ്വർഗം നിങ്ങളെ ഉയർത്തട്ടെ. God bless you. God bless you. God bless you.